ഞങ്ങളുടെ കടയുടെ ഉദ്ഘാടനമാണ് ഞായറാഴ്ച 10 മണിക്ക്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഫസ്റ്റ് നോട്ടീസ് കൊടുത്ത് കിട്ടും. ഇരിക്കും കുത്തിരിക്കും. എങ്ങോട്ട്? എന്റെ വീട്ടിക്ക്. ആണോ? ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വൈകുന്നേര കാഴ്ചകൾ നമുക്ക് കണ്ടാലോ? അഭിമാമന്റെ റിയാക്ഷൻ ഗൈസ് ആരും കണ്ടോ? ലോഡഡ് ഫ്രൈസ് കഴിക്കാം ഗൈസ്. സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ലോഡഡ് ഫ്രൈസ് എന്ന് വെച്ചത് ഒരു ഡ്യൂപ്ലി ലോഡഡ് ഫ്രൈസ് ആണ്. എന്താ ദൈവമോഹം ഭയങ്കര സാഡ് ആയിട്ട് ഇരിക്കണ്ടല്ലോ, എന്ത് പറ്റി? ഇന്നലെ ഇമിറ്റേറ്റിംഗ് വീഡിയോ പാർട്ട് 2 ഇട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ബലം ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഇന്നത്തെ ദിവസം അനുഭവിച്ചു. നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓ മറ്റേ ആ ടീഷർട്ടും കോട്ട് സെറ്റ് കൊള്ളാലോ. ഇത് കുളി കഴിഞ്ഞിട്ട് ഇതിട്ടാ മതി കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ വന്ന് നേരെ ഒന്ന് ഫ്രഷായി ഗൈസ്. ഞാൻ ബസ്സിന്ന് ഉറങ്ങിയിരുന്നു. എന്തേ തലവേദന ഉണ്ടോ? നമസ്കാരം. ഞങ്ങളുടെ കടയുടെ ഉദ്ഘാടനമാണ് ഞായറാഴ്ച 10 മണിക്ക്. മെൻസ് ഫോർ ഫാഷൻ ഡിസൈൻ ഫാഷൻ സ്റ്റുഡിയോ, സോറി ഫാഷൻ ഡിസൈൻ അല്ല. അവിടെ അടുത്ത് നമ്മുടെ ടൗണിൻ്റെ അടുത്ത് ഒരു കുറ്റമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി കൂടിയിട്ട് ഒരു ജെൻസിൻ്റെ ഷോപ്പ് തുടങ്ങുന്നുണ്ട്. ട്രെൻഡിങ് കളക്ഷൻസ് ഉള്ള ജെൻസിൻ്റെ ഷോപ്പ്. ഒരു 15 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് അങ്ങനെ ഒരു 10 ആൾക്കാർക്ക് ട്രെൻഡിങ് ആയിട്ടില്ല. മെൻസ് ഫോർ എന്നാണ് പേര്. സൺഡേ രാവിലെ 10 മണിക്കാണ് ഇനാഗുറേഷൻ. വീഡിയോ കാണുന്നവർ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഫസ്റ്റ് നോട്ടീസ് കൊടുത്ത് അതെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ബ്ലാക്ക് നോട്ടീസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതെ, നമ്മുടെ ടീം ഇതാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലേ. അപ്പം ഒരു ചെറിയൊരു തെറ്റുണ്ട്, 30 വയസ്സ് വരെ എന്ന് പറഞ്ഞു. പക്ഷെ 30 വയസ്സ് വരെ അല്ല, 100 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. 14 വയസ്സ് മുതലുള്ള അതെ, എല്ലാവർക്കും ഉള്ളതുണ്ട്. ദേവുവിന് പറ്റിയ, ദേവുവിന്റെ പ്രായത്തിലുള്ള ഗേൾസിന് പറ്റിയ ഡ്രസ്. അതെ, അതായിരിക്കും ദേവു ഇനാഗുറേഷൻ ഇടുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ മീഷോന്ന് മേടിച്ച എൻ്റെ ഡ്രസ്സ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലേക്ക് ഇടാട്ടോ. പോവാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഡ്രസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോട്ടോ. എനിക്കുട്ടിയെ ദേവ് 2 കപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ദേവ് ആകെ സാഡും സൈലന്റും ആയിപ്പോയി. ഉഷാറോ ഉഷാറോ, ഉണരൂ ഉണരൂ. വയറ് എനിക്കുണ്ട്. ഇത് ആളറിയോ? കീന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങള് ഷോപ്പിലേക്ക് പോവാണ്. എന്താ കയ്യില്? നോട്ടീസ്. പപ്പയും ദിയമോളും ബാക്കിലാണ് വരുന്നത്. ഞങ്ങൾ ഈ വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പം അതെടുത്തിട്ട് ഞാനും അമ്മയും കൂടെ പോവാണ്. അവർ ബാക്കിൽ വരുന്നുണ്ട് ഗായ്സ്. ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പ്. മെൻസ് ഫോർ. അകത്തേക്ക് പോവാം. അവിടെ പ്രമതി സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. കുറേ ഉണ്ട് ഇനി സെറ്റ് ചെയ്യാൻ. കാണാം.
ദേവ് ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്. ദേവന് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകളുണ്ട്, ഇത് കാണിച്ചു കൊടുത്ത്. എന്താ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ട്സ് ഡ്രസ്സൊക്കെ അടുക്കി വെച്ചോണ്ടിരിക്കുകയാണ്. ഇനി ഈ റാക്കും കൂടെയാണ് ഫുള്ളാക്കാനുള്ളത്. ബാക്കി വരുന്ന ഡ്രസ്സ് അപ്പുറത്ത് ഗോഡൗൺ ഉണ്ട്, അവിടെ വെക്കും. ഈ റാക്ക് ഫില്ലാവുമായിരിക്കും അല്ലേ? ഇല്ലല്ല, തൊപ്പീനെ കുറച്ച് മുകളിലൊക്കെ ആയിട്ട് ബന്ധനയും കൂടെ വെച്ച് കഴിഞ്ഞാ ബന്ധന ഇപ്പൊ എല്ലാരും ഇപ്പൊ ട്രെൻഡ് അല്ലേ, ഞാൻ അതുവരെ വെച്ചിട്ടില്ല. ഷോർട്സ് ആണ് കേട്ടോ, 3/4. പക്ഷെ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെ നിൽക്കുമ്പോ അവരെ പേടിയാവുക. എങ്ങനെ ഇങ്ങനെ അല്ല, നമ്മളെയും കൂടെ ഷോപ്പാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഞാൻ സാധാരണ അവിടെ ഷോപ്പ് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ തുണി തൊടാൻ പേടിയാണ്. ഞാൻ എന്നിട്ട് ഇങ്ങനെ 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 നോക്കുള്ളൂ. എനിക്കിങ്ങനെ എടുത്തു നോക്കാൻ പേടിയാണ്. എന്റെ അമ്മേനോട് പറയുമ്പോ വേണ്ടെങ്കിൽ മടിയാണ്. എനിക്ക് വേറെ എവിടെ ഷോപ്പ് പോയി കഴിഞ്ഞാൽ കൗണ്ടറിന്റെ ഭാഗത്തേക്ക് ഞാൻ പോവില്ല. കാരണം അവര് സംശയിക്കൂലേ. എനിക്ക് ഇവിടെ വരുമ്പോഴും അതേമാതിരി തന്നെ കൗണ്ടറിന്റെ ഭാഗത്ത് എനിക്ക് പോവാൻ പേടിയാണ്. വെറുതെ നമ്മളതാ കൗണ്ടറിന്റെ അവിടുത്തെ കസേരയിൽ ഇരിക്കണ്. ഫ്രണ്ട്സ്, പിന്നെ ഈ ഏരിയയില് ജെൻസിന്റെ കടയല്ല, ഫസ്റ്റ് ഈ ടൗണത്തെ ഫസ്റ്റ് ജെൻസിന്റെ കട നമ്മളതാണ് ഗൈസ്. ജെൻസിന്റേതായിട്ടുള്ള കട ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ഗേൾസിന് ഇടാൻ പറ്റണതും ഉണ്ട് എന്ന് പറഞ്ഞത് ഞാൻ കണ്ടു. ആ ജേഴ്സി കാണിച്ചില്ലേ, കൂടുതൽ ഇടാൻ പറ്റും. ഞാൻ ഇവിടെ നിന്ന് 2 വാങ്ങിയിരുന്നു. ഇത് ഞാൻ പപ്പയ്ക്ക് പറഞ്ഞു കൊടുത്ത മോഡലാ. ആണോ? ആ പപ്പ ഇങ്ങനത്തെ ട്രെൻഡിങ് ആണ് പറഞ്ഞു. മീൻസ് ജസ്റ്റ് ഒരു ഫുൾ കൈ അല്ല, ഒരു ജേഴ്സി, ലൂസ് ഫിറ്റ് ജേഴ്സി, പിന്നെ മറ്റേ ബില്ലി ഐലിഷ് ഒക്കെ ഇടും. ബില്ലി ഐലിഷ് ഒരു പാട്ടുകാരിയാണ്. അമ്മയ്ക്ക് പറഞ്ഞിട്ടാണ് ഗൈസ്. ബില്ലി ഐലിഷ് ഇടണ സ്റ്റൈല് പാന്റ് ആണോ അവളങ്ങനത്തെ. പിന്നെ ഒരു വലിയ സോക്സും ഷൂവും, പിന്നെ ഒരു ഫുൾ കൈ ബ്ലാക്ക് കളർ ഇന്നറും ഉള്ളില്, പിന്നെ ഒരു പുറത്തു കൂടെ ജേഴ്സി ഇടും. അതിന്റെ ഒപ്പം ഒരു ബന്ധന നമ്മൾ ഇട്ട് കഴിഞ്ഞാ കിട്ടും. കാല് കൊടുക്കണ നോക്കണേ. കാല് അർജുമാമൻ വന്നിട്ടാച്ച് ഗായ്സ്. ദിയമോളോട് ഒറ്റയ്ക്ക് സംസാരിക്കണോ? ഷാനോ അവന് ഭയങ്കര നാണാണ്. എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ വേണ്ടത്? എന്താ വാങ്ങിയത്? ഞാനൊരു കുണ്ടംപൊരി വാങ്ങിയില്ല. ഇവിടെ നിൽക്കുന്നതിന് ഫീ ഉണ്ട്, 35 രൂപ മണിക്കൂറിന്, 3 മണിക്കൂർ. ഞാൻ എന്താ ഇവിടെ ഈ കടേനെ കുറിച്ച് പറയാനുള്ളത് വെച്ചാല്, ഈ കട എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ടീഷർട്സ് ഒക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കട ഇതൊക്കെ കിട്ടുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നേ ഇരിക്കുള്ളൂ. ഞാനിവിടെ വന്നിരിക്കുള്ളൂ. എന്തിന്? എനിക്ക് ഇഷ്ടമുള്ളപ്പോ എന്നെ എനിക്ക് പോണ്ടേ. അതിലുണ്ടോ? ഒന്നുകൂടി ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു പണി തിരിയാ. ലെറ്റർ പഠിച്ചെടുക്കരുത്, അത് നമ്മൾ ഒട്ടിച്ച് വെക്ക്. സാറ്റിസ്ഫാക്ഷൻ മറിക്കട്ടെ. നമ്മള് 6.
കടയിൽ പോയി വാങ്ങാനോ എങ്ങനെ വാങ്ങും? ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ പോവാണ്. അതെ, വീട്ടിലേക്ക് പോവാം. ഏകദേശം ഏറെക്കുറെ സെറ്റായി. ഇനി നാളെ വന്നിട്ട് കുറച്ചുകൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം പോവാല്ലേ? പോവാം. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ കാണാം ഗൈസ്. ഇപ്പം ഈ വീഡിയോ ഇറങ്ങുമ്പോൾ വെച്ച് നോക്കുമ്പോൾ നാളെയാണ് ഷോപ്പ് ഓപ്പണിങ്. അപ്പം നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.